അടുത്ത വേനലിൻ്റെ ഈ ഒരു സമയത്ത് തന്നെയാണ് റംസാൻ നോമ്പ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ റംസാൻ നോമ്പിൻ്റെ സമയത്ത് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം തന്നെയാണല്ലോ ഉണ്ടാക്കി കുടിക്കുക അല്ലേ. അപ്പോൾ 30 ദിവസവും 30 തരം വെറൈറ്റി നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കാമല്ലോ. അത് അടിപൊളിയാവില്ലേ. അപ്പം നമ്മൾ ചിരളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 30 തരം വെറൈറ്റി ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ട്. എന്താ അറിയോ, ശംഖുപുഷ്പം. അപ്പോൾ ശംഖുപുഷ്പമാണ് ഫസ്റ്റിനുള്ള ലൈം ജ്യൂസിനായിട്ട് ഒരുക്കിയത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ശംഖുപുഷ്പം നന്നായിട്ട് വെട്ടി തിളച്ച് നിൽക്കുന്ന വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കളർ ഉണ്ടല്ലേ, മാറി മാറി വരുന്നു, നല്ല നീല കളറായി വരുന്നുണ്ട്. ആ നീല കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതേ ഗ്യാസ് ഓഫ് ആക്കി നന്നായിട്ട് തണുപ്പിച്ചെടുക്കട്ടെ. മിക്സിന്റെ ജാർ എടുത്ത് വെച്ചു, അരിച്ചൊഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ കളർ ചെറിയ രീതിയിൽ ചേഞ്ച് ആയില്ലേ. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല തണുത്ത വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കട്ടെ. നന്നായിട്ട് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ടുണ്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ശംഖുപുഷ്പ ലൈം ജ്യൂസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കസ്കസ് കൂടെ ഇട്ട് കൊടുക്കട്ടോ. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ലൈം ജ്യൂസ് ആണ്. പൈനാപ്പിൾ ജാറിൽ ചേർത്ത് കൊടുത്തു, നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുത്തു, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തു, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. ഗ്ലാസ് സെറ്റാക്കി വെച്ചേക്ക് അരിച്ചൊഴിച്ചെടുക്കണേ. ആവശ്യത്തിന് കസ്കസ് കൂടെ ഇട്ടാൽ നമ്മളെ പൈനാപ്പിൾ ലൈം ജ്യൂസ് സെറ്റായി. മൂന്നാമത്തെ ഐറ്റം പുതിന ലൈം ജ്യൂസ് ആണ്. പെട്ടെന്ന് ഉണ്ടാക്കട്ടോ. ജാറിലേക്ക് ഇട്ടുട്ടോ. കൂടെ തന്നെ നാരങ്ങേന്റെ ജ്യൂസ്, പഞ്ചസാര, തണുത്ത വെള്ളം. ആ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വീണതാണ് മിന്റ് ലൈം ജ്യൂസ്. നല്ല മിൻ്റയിൽ കിടന്നോട്ടെ. നാലാമത്തെ ലൈം ജ്യൂസ് എന്താ, അനാറാണേ, നമ്മളെ ഉറുമാമ്പഴം. അനാറിട്ടേക്ക് ലൈം ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. കൂടെ പഞ്ചസാര, തണുത്ത വെള്ളം, നല്ല സൂപ്പർ കളറിലെ കസ്കസ് ചേർത്തു കേട്ടോ. ഇനി അഞ്ചാമത്തെ ലൈമിനായിട്ട് എൻ്റെ കയ്യിലുള്ള എന്താ അറിയോ, നന്നാറി വേരാണ്. നന്നാറി വേര് കൊണ്ടാണ് ലൈം അടിക്കാൻ പോണേ. നന്നായിട്ട് പൊടിച്ചു വെച്ചാട്ടോ നന്നാറി വേര് ഞാൻ ജാറിലേക്ക് ഇട്ടു കേട്ടോ. വീണ്ടും ലൈം, പാകത്തിനുള്ള പഞ്ചസാരയും, തണുത്ത വെള്ളം അടിച്ചത് സെറ്റാക്കട്ടോ. അരിച്ച് ഗ്ലാസ്സിലേക്കാണ്ട് ഒഴിക്കണേ. ആറാമത്തെ എന്താ അറിയോ, ആഫ്രിക്കൻ മല്ലിയില കേട്ടോ. മുറിച്ചിട്ട് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണേ. 2 സ്പൂൺ പഞ്ചസാര ചേർത്തു, വെള്ളം കൂടി ഒഴിക്കുക. ആഫ്രിക്കൻ മല്ലി ജ്യൂസ്. ഏഴാമതായി നമ്മൾ അടിച്ചെടുക്കുന്നത് എന്താ അറിയോ, നെല്ലിക്ക കേട്ടോ. നല്ല നെല്ലിക്ക മിക്സിയുടെ ജാറിക്ക് ഇട്ട് കൊടുക്കുക. നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് അടിച്ചെടുക്കുക. നന്നായിട്ടുണ്ട് അരിച്ചൊഴിച്ചെടുക്കുക. നെല്ലിക്ക ലൈം ജ്യൂസ് റെഡി. ചെമ്പരത്തിയാണ് കേട്ടോ അടുത്തത്. അപ്പൊ ശംഖുപുഷ്പം ചെയ്ത പോലെ തന്നെ തിളച്ച വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കണം ചെമ്പരത്തി. അപ്പൊ കളറൊക്കെ അങ്ങോട്ട് ഈ വെള്ളത്തേക്ക് ലയിച്ച് ചേരട്ടെ. ഇനി നന്നായിട്ട് ഇത് തണുപ്പിച്ചെടുക്കണം. ഈ തണുത്ത ചെമ്പരത്തിന്റെ വെള്ളത്തിന് മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചെടുക്കട്ടോ. ലൈം ജ്യൂസ് ഒഴിക്കുമ്പോൾ കളർ ചേഞ്ച് ആയി മാറുന്നത് കണ്ടോ. പിന്നെ പഞ്ചസാര ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ, കാരണം ആ ഒരു വെള്ളം ഉണ്ട്. അടിപൊളി കളറ്. ഏതല്ലേ, ചെമ്പരത്തി ലൈം. ഈ ഒരു സംഭവം കൂടി ചേർത്തെടുത്താലേ അടിപൊളിയാവട്ടോ. കസ്കസ്, നെല്ലിക്കയിൽ കുറച്ച് ഇട്ടെടുക്കണ്ടേ കസ്കസ്. 9ാമത്തെ ലൈമിനായിട്ട് ഓറഞ്ചാണ് ഒരുക്കി വെച്ചത് കേട്ടോ. മിക്സിന്റെ ജാറിൽ ഇട്ടു, നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു, പഞ്ചസാര ചേർത്തു, വെള്ളം ഒഴിച്ചു. അങ്ങനെ ഓറഞ്ച് ലൈം റെഡി ആയിട്ടുണ്ട്. കസ്കസ് കൂടി ചേർക്കട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കണോ കറുത്ത മുന്തിരി വെച്ചിട്ട് ലൈം ജ്യൂസ്. നന്നായിട്ട് 2 സ്പൂൺ കൊണ്ട് ലൈം ഒഴിച്ചെടുത്തിട്ടോ. പഞ്ചസാര ആവശ്യത്തിന്, കൂടെ തന്നെ തണുത്തുള്ള പിങ്കിഷ് കളറുള്ള ലൈം ജ്യൂസ്. കസ്കസ് ഇട്ടാലേ നല്ലൊരു ഭംഗിയാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ ഇടുന്നത്. പാലൊഴിച്ചിട്ടുള്ള ലൈമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പം നിങ്ങളായിരിക്കും പാല് പിരിയോന്ന്. ഒരു ഇത്തിരി പാലേ ഒഴിച്ചിട്ടുള്ളൂ. നാരങ്ങ നീര് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര മധുരത്തിന്, വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഒരു ഏലക്കായന്റെ കുരു ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. ഇപ്പോഴും പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ഈ പാൽ ലൈമിന്. നല്ലൊരു വെള്ള കളർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. നല്ല മണം കേട്ടോ. നല്ല ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ലൈമാണ് ഇനി ഉണ്ടാക്കണം കേട്ടോ. മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുത്തു, ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു, പഞ്ചസാര ചേർത്തു, വെള്ളം ഒഴിച്ചു. 12ാമത്തെ ലൈം ജ്യൂസ്. ആഹാ കളറൊക്കെ നിങ്ങള്. ഇനി മാങ്ങ വെച്ച് ലൈം അടിച്ചു നോക്കിയാലോ. നല്ല പച്ച മാങ്ങ കേട്ടോ കിട്ടിയത്. ചെറുനാരങ്ങ നീരൊഴിച്ചു, പഞ്ചസാര ഇട്ടു, വെള്ളം. പച്ച മാങ്ങ ലൈമില്ലേ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഹായ്, നല്ല മണമുള്ള റോസാപ്പൂ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ലൈം അടിക്കാൻ പോണേ. നല്ല അടിപൊളി റോസാപ്പൂ. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള റോസിന്റെ എതളാട്ടോ. 2 സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കട്ടോ. പഞ്ചസാര, വെള്ളം. കസ്കസ് ഇട്ട് വെച്ച ഗ്ലാസ്സിലേക്കാട്ടോ നമ്മൾ ഒഴിച്ചെടുക്കണേ റോസിന്റെ ലൈം. എന്ത് നല്ല കളറാ. കുക്കുംബർ ലൈമാണ് അടുത്തായിട്ട് ഉണ്ടാക്കണേ. ചെറുനാരങ്ങ നീര് ഒഴിച്ചു, പഞ്ചസാരയും കൂടി ചേർത്തു, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടിച്ചെടുക്കാം. 1 മിനിറ്റും കൂടി ചേർക്കട്ടോ അതിൽ. കക്കരി ലൈം, നല്ല മിൻ്റൊക്കെ ചേർത്തിട്ടുള്ള കക്കരി ലൈം. ഇതിക്കും കസ്കസ് ചേർക്കാട്ടോ. 16ാമത്തെ നമ്മൾ എന്താ ഇടുന്ന അറിയോ, ക്യാരറ്റ് ലൈം ആട്ടോ. ക്യാരറ്റ് കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. എപ്പത്തെയും പോലെ ലൈമും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചടിച്ചെടുക്കാം. അരിച്ചൊഴിച്ചെടുക്കട്ടോ ക്യാരറ്റ് ലൈം. പേരയ്ക്ക വെച്ചിട്ട് ലൈം അടിക്കട്ടോ. നന്നായിട്ട് പഴുത്ത പേരയ്ക്ക കേട്ടോ.
ചെറുനാരങ്ങ നീരും പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ടുള്ള പേരക്ക ലൈമാട്ടത്. ഇനിയിപ്പോൾ ഇതാ തണ്ണിമത്തം വെച്ചിട്ടുള്ള ലൈം അടിക്കാം. അങ്ങനെ ഇതാ 18ാമത്തെ തണ്ണിമത്തൻ ലൈമാട്ടോ. അടുത്തതാ പച്ചമുന്തിരി കേട്ടോ ലൈമിന്. ആ കസ്കസിക്ക് ഇതാ നമ്മളെ പച്ചമുന്തിരി കൂടി ചേർത്താൽ എന്തായി മാറും? പച്ചമുന്തിരി ലൈമായി മാറും. പാഷൻ ഫ്രൂട്ടും സാധാരണ നമ്മൾ ബാക്കി ചേർക്കുന്ന ചേരുവകളും കൂട്ടിയിട്ട് പാഷൻ ഫ്രൂട്ട് ലൈമാട്ട് 20ാമത്. മാവില ചമ്മന്തി അരച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് നമ്മളെ വ്യൂവേഴ്സ് മാവിലാണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം മാവില ലൈമാണ് അടുത്തത്. അതിനായിട്ട് ഇതാ മാവില ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക, ലൈം ഒഴിച്ചെടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ചെടുക്കുക, അടിച്ചെടുക്കുക. ഗംഭീരമായിട്ടുള്ള മാവില ലൈം. ഇനി ഞാൻ എന്താ അടിക്കണ അറിയോ? കരിമ്പാണ് കേട്ടോ. ആ കരിമ്പൊക്കെ അടിച്ചു വെച്ചിട്ടുള്ള ലൈം ഇതാ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് മാറ്റാണ്. പനിക്കൂർക്കിട്ടിട്ടുള്ള ലൈമാണ് കേട്ടോ ഇതാ ഗ്ലാസ്സിൽ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ ലൈം അടിക്കാൻ പോണേ സെയിം മെത്തേഡിൽ ഇതാ അലോവേര വെച്ചിട്ടാണ് കേട്ടോ. ഈ അലോവേര നന്നായിട്ട് കഴുകി വെള്ളത്തിൽ 1 മണിക്കൂർ നേരം ഇട്ട് വെച്ചതാണ്. അയ്യവാ, നല്ല ഹെൽത്തി ആയിട്ടുള്ള അലോവേരന്റെ ആ ഒരു ലൈം. അടുത്തായിട്ട് തുളസി ഇട്ടങ്ങാണ്ട് ലൈമാണ് നമ്മൾ അടിക്കാൻ പോണേ. തുളസി ലൈം ഇത് നല്ല ഹെൽത്തി തന്നെയാണ്. തേങ്ങയും പഞ്ചസാരയും ഏലക്കായും ചെറുനാരങ്ങ നീരും വെള്ളം കൂടി ചേർത്തിട്ടുള്ള ലൈമാണ് ഉണ്ടാക്കുന്നത് നമ്മള്. നല്ല മണമുള്ള നാളികേരത്തിന്റെ ലൈമാട്ടത്. ഇനി നമുക്ക് 2 ഓർക്കാവളി വെച്ച് ലൈം അടിച്ചാലോ? അപ്പൊ ആ ലൈമാട്ടത് ഇതെന്താ അറിയോ? മാങ്ങഞ്ചിയാണ്. മാങ്ങഞ്ചിയൊക്കെ വെച്ചിട്ട് ലൈം അടിക്കാം നമുക്ക്. നല്ല മാങ്ങഞ്ചി മണമുള്ള ലൈം. നമ്മൾ കൂൾ ബാറിലൊക്കെ കിട്ടുന്ന ആ ഒരു ലൈമില്ലേ, അതാണ് അടിക്കുന്നത്. അതിനായിട്ട് ഇതാ അണ്ടിപ്പരിപ്പ്, ഇഞ്ചി, ചെറുനാരങ്ങ നീര്. കൂൾ ബാറിൽ ശരിക്കും നാരങ്ങൻ്റെ നീരിന് പകരം അവർ നാരങ്ങ ഇങ്ങനെ മുറിച്ചിടാട്ടോ ചെയ്യുക. പക്ഷെ അത് അടിച്ചപ്പം തന്നെ കുടിക്കണ്ടേ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും. നമ്മളിപ്പോൾ നാരങ്ങ നീരാണ് ഇടുന്നത്, കയ്പ്പ് വരണ്ട. ഇനിയിപ്പോൾ മധുരത്തിന് പഞ്ചസാര, ഒരു കുഞ്ഞ് ഏലക്കായും കൂടി ഇടട്ടോ. അങ്ങനെ ആ കൂൾ ബാറിന്ന് കിട്ടണ ആ ഒരു ലൈമും കൂടി അടിച്ചു. ഏറെക്കുറെ 29ാമത്തെ ലൈം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനത്തതും 30ാമത്തെ ആയിട്ടുള്ള ലൈം അടിക്കാൻ പോവാണ്.